ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർമെലൺ പുഡിംഗ് ആണ്. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ പുഡിംഗ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് വാട്ടർമെലൺ ആണ്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുരുവൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണ്. പിന്നെ ഇതുപോലുള്ള ഒരു ചെറിയ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് എടുത്തത്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുക്കണമെന്നില്ല. ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. അഥവാ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല കളർ കിട്ടും. ബീട്രൂട്ട് ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പം ഒരു പീസ് മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മുടെ വാട്ടർമെലന് നല്ല കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് തീരെ എടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ബീട്രൂട്ട് ഇല്ലാതെ തന്നെ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു പീസ് മാത്രം എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് വേണം. അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കണം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വാട്ടർമെലൺ ഇട്ട് കൊടുക്കാം. 4 കപ്പ് വാട്ടർമെലൺ ഉണ്ട്. ഇത് നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഒരു കുരു പോലും ഇതിലുണ്ടാവാൻ പാടില്ല. നല്ലോണം നോക്കിയിട്ട് എടുക്കുക. കുരുവൊക്കെ നന്നായിട്ട് പോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ബീട്രൂട്ടൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ തരികളൊക്കെ ചിലപ്പോൾ കാണും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കളയാം, അത് നമുക്ക് വേണ്ട. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ള വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാക്കിയെടുക്കണം. ആദ്യം നമുക്ക് ഈ വാട്ടർമെലൻ്റെ ജ്യൂസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിതിലേക്ക് ചൈന ഗ്രാസ് ചേർക്കുമ്പം ചൈന ഗ്രാസിനും ഈ വാട്ടർമെലൻ്റെ ജ്യൂസിനും ഒരേ ചൂടാണ് ഉണ്ടാവേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഈ ജ്യൂസ് ഒന്ന് ചൂടാക്കാം. ഈ ജ്യൂസ് ഒന്ന് കുറച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഈ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഒന്ന് പകുതി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ചൈന ഗ്രാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ടും ഒരുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജ്യൂസും ചൈന ഗ്രാസും ഒരേപോലെ നമ്മൾ ചൂടാക്കി എടുക്കണം. ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചപാട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചപാട് തന്നെ നമ്മൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള സിലിക്കൺ മോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ എണ്ണയൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഏത് ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സിലിക്കൺ മോൾഡ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പുറത്തെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇത് സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിലാണ് നമ്മളിത് വെക്കേണ്ടത്.
4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും. ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്